ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താറിന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി ബ്രെഡ് റോളാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് എന്തും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇതുപോലെ ബ്രെഡ് എടുത്തിട്ട് ഈ 4 അരികവശം എന്നിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് കളയും. ഈ എഡ്ജൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാലാണ് നമുക്ക് സ്മൂത്തായിട്ട് ഇത് റോൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാ വശം ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് റോളിംഗ് പിന്ന് വെച്ചിട്ട് ഇതുപോലെ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല കനം കുറഞ്ഞ് തിന്നായിട്ട് ഇത് കിട്ടും. കാരണം എന്ന് വെച്ചാൽ നല്ല ബ്രെഡ് എടുക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് സോഫ്റ്റായിട്ട് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സുഖമാണ്, നല്ല ഈസി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ കണ്ടോ, കട്ടിയൊക്കെ ഒന്ന് കുറഞ്ഞില്ലേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസ് എടുക്കുന്നുണ്ട്. ഒരുപാടല്ല, ട്രയാങ്കിൾ ചീസാണ് എടുത്തിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ മീറ്റ് ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കും ചെയ്യും. പിന്നെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ അത് നല്ല ടേസ്റ്റ്, നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്കിപ്പോൾ ഞാൻ മീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ബീഫ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫില്ലിങ്ങും കൊടുക്കാം. പിന്നെ വെജിറ്റബിൾ വേണ്ടവർക്ക് വെജിറ്റബിളിൻ്റെ ഒരു ഫില്ലിങ് കൊടുക്കാം. പിന്നെ ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ കൊടുക്കാം, ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് ചെമ്മീൻ്റെ എന്ത് ഫില്ലിംഗ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ റമദാനിലൊക്കെ ഇപ്പോൾ മറ്റ് സമൂസ ആയാലും ചട്ടിപ്പത്തിരി ആയാലും അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഞാനിപ്പോൾ എന്ന് പറഞ്ഞില്ല, ബീഫാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാത്തിൻ്റെ ഇടയിലും നമ്മൾ ഫുൾ ചീസ് തേച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു 1/4 ഭാഗത്ത് മാത്രമാണ് ആ ചീസ് ചേർത്തിട്ട്. എന്നിട്ട് അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഒട്ടുന്നില്ല, ഈ ബ്രെഡ് തമ്മിൽ ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെറുതായിട്ട് കൈ കൊണ്ടിങ്ങനെ ഒന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. മീൻസ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. കണ്ടോ, എല്ലാ വശവും നല്ല ബ്രെഡാണെങ്കിൽ പെട്ടെന്ന് ഒട്ടും കേട്ടോ. പുതിയ ബ്രെഡാണെങ്കിൽ വേഗം അത് ഒട്ടും നനക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ ഒട്ടുന്നില്ലെങ്കിൽ ആ സൈഡിലിങ്ങനെ ആ ഒഴിഞ്ഞ ഭാഗത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മുക്കാൻ വേണ്ടി ഞാനൊരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ക്രിസ്പി മീറ്റ് റോളാണല്ലോ, അപ്പം എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് അല്ല, ഈ സേമിയയിൽ ചെറിയ തന്നായിട്ടുള്ള സേമിയ പൊടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസും യൂസ് ചെയ്യാം. ഇത് രണ്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബ്രെഡ് ക്രംസ് വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സേമിയ യൂസ് ചെയ്യാം. ഞാൻ സേമിയ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവിടെ, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഓരോ റോൾ എടുത്തിട്ട് മുട്ടയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഈ സേമിയൻ്റെ കോട്ടിങ്ങിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. നല്ല സിമ്പിളാട്ടോ, നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ഒരു സ്നാക്കാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊരു നല്ലൊരു ക്രിസ്പിനെസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലതാണ്. സോഫ്റ്റായിട്ട് കഴിക്കില്ല പറ്റില്ല, അങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതലും ഉണ്ടാക്കുന്നത്. കാണാനും നല്ല ഭംഗിയാണ്, നല്ലൊരു വെറൈറ്റിയാണ്. അങ്ങനെ എല്ലാം നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ആ മുട്ടയുടെ എഗ് വാഷിൽ മുക്കുന്നതുകൊണ്ട് തന്നെ സേമിയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് ഇതിൽ ഒട്ടിയിരിക്കും. പിന്നെ ഇത് കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാട്ടോ. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കുറച്ച് സമയം, അതായത് ഫ്രീസറിലല്ല താഴെ ഭാഗത്ത് കുറച്ച് സമയം വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം, ഓയിൽ വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. എന്നിട്ട് എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഈ റോൾസ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഗോൾഡൻ കളറാകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു വശം ആയതിന് ശേഷം മാത്രം മറ്റേ വശം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ റോൾസ് നല്ല 2 വശവും നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വെറൈറ്റി സ്നാക്ക് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോളാണ്. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇഫ്താറിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗസ്റ്റിനൊക്കെ ഒരു വെറൈറ്റി സ്നാക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനോട് ചെറിയ വ്യത്യസ്തത അത്ര തന്നെ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഫില്ലിങ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫില്ലിങ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.